തെക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കലാലയങ്ങളിലൊന്നാണ് ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജ്. കൊളോണിയൽ കാലത്ത് അതിതീവ്രമായ ഉച്ചനീചത്വങ്ങളുടെ സങ്കീർണതകളിൽപ്പെട്ട് മനുഷ്യർ ദുരിതമനുഭവിച്ചിരുന്ന കാലത്താണ് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ എന്ന പണ്ഡിതൻ 1889 പെരുമുടിയൂരിൽ സാരസ്വതോദ്യോതിനി എന്ന സംസ്കൃത പാഠശാല ആരംഭിക്കുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും തുറന്നു നൽകിയ വിദ്യാലയമായിരുന്നു അത്. 1911 അതൊരു കോളേജായി മാറി. 1960കളിൽ പട്ടാമ്പിയിലെ ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകർ ഇന്നത്തെ കോളേജ് ഭൂമി വാങ്ങുകയും പെരുമുടിയൂരിൽ നിന്ന് കോളേജിനെ പട്ടാമ്പിയിലേക്ക് പറിച്ചു നടുകയും ചെയ്തു. ഇന്ന് കോഴിക്കോട് സർവകലാശാലയിലെ മികച്ച കോളേജുകളിലൊന്നാണ് നിളയുടെ തീരത്തുള്ള പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജ്. കോളേജിലെ 90% വിദ്യാർത്ഥികളും പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഗ്രാമീണ മേഖലകളിൽ നിന്നാണ് വരുന്നത്. ഭൂരിഭാഗവും സാധാരണക്കാർ. കോളേജിൽ 11 UG പ്രോഗ്രാമുകളും 6 PG പ്രോഗ്രാമുകളുമുണ്ട്. BBA, BCom എന്നിവയ്ക്ക് പുറമെ സംസ്കൃതം, മലയാളം, അറബി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി ഡബിൾ മേജർ വിഷയങ്ങളിൽ BAയും കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഫിസിക്സ് എന്നീ ശാസ്ത്ര വിഷയങ്ങളിൽ BSCയുമാണ് ഉള്ളത്. MCom സംസ്കൃതം, മലയാളം, ഇക്കണോമിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി തുടങ്ങിയ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമുണ്ട്. 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിന് NAC 3 ഘട്ടങ്ങളിൽ യഥാക്രമം B+, A, A+ എന്നീ ഗ്രേഡുകളാണ് ലഭിച്ചത്. 2022 മൂന്നാം സൈക്കിളിൽ ലഭിച്ച സ്കോർ 3.46 സർക്കാർ കോളേജിന് ലഭിച്ച ഏറ്റവും ഉയർന്ന സ്കോറാണ്. കോളേജിലെ എല്ലാ ബിരുദാനന്തര ബിരുദ വകുപ്പുകളും ഗവേഷണ വിഭാഗങ്ങൾ കൂടിയാണ്. 80-ലധികം പേർ ഇവിടെ ഗവേഷകരായുണ്ട്. നിരവധി ഗവേഷണ ബിരുദങ്ങൾ ഇതിനകം നേടിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ലഭിക്കുന്ന കോളേജുകളിലൊന്നാണ് ഈ കോളേജ്. 2023-24 അക്കാദമിക വർഷത്തിൽ മാത്രം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുമായി 21 റാങ്കുകളാണ് കോളേജ് നേടിയെടുത്തത്. നിലവിൽ 86 അധ്യാപകരിൽ 53 പേർക്ക് PhDയും 9 പേർക്ക് MPhilഉം ഉണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്താരത്തിൽ ആധുനികമായ ഒരു ലൈബ്രറി കോളേജിനുണ്ട്. 75,000 പുസ്തകങ്ങൾ, പ്രത്യേക റഫറൻസ് വിഭാഗം, അപൂർവ ഗ്രന്ഥ വിഭാഗം, ഡെൽനെറ്റ്, എൻലിസ്റ്റ്, OSND ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളും പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ഈ ലൈബ്രറിയിൽ ലഭ്യമാണ്. കോളേജിലെ 85% കൂടുതൽ വിദ്യാർത്ഥികളും ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നേടുന്നവരാണ്. 2023-24 അധ്യയന വർഷത്തിൽ 37 ലക്ഷം രൂപയാണ് സർക്കാർ ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി അനുവദിച്ചത്. കോളേജിൻ്റെ കയ്യൊപ്പാണ് കവിതയുടെ കാർണിവൽ. കഴിഞ്ഞ 8 വർഷമായി ഈ കവിതയുടെ ഉത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും 100 കണക്കിന് കവികളും കലാകാരന്മാരും ആസ്വാദകരും ഒത്തുകൂടുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാഹിത്യോത്സവമാണ് ഇന്ന് കവിതയുടെ കാർണിവൽ. കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 2017 ആരംഭിച്ച ഈ പരിപാടിക്കായി കഴിഞ്ഞ 3 വർഷങ്ങളിൽ 31 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രമുഖ പദ്ധതിയായ വിശപ്പുരഹിത കലാലയം എന്ന ആശയം കോളേജ് ഏറ്റെടുത്തു നടത്തുന്നു. 2022-23 അക്കാദമിക വർഷത്തിൽ ആരംഭിച്ച ഈ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. 2024-25 വർഷത്തിൽ 340 കുട്ടികൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ പദ്ധതിക്കായി കേരള ഗവൺമെൻറ് 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഹരിതാഭമായ ക്യാമ്പസാണ് ഈ കോളേജിൻ്റെ പ്രത്യേകത. ചെറിയ വനങ്ങളും ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കും ഉള്ള ക്യാമ്പസ് പ്രകൃതിയോട് ഇണങ്ങിത്തന്നെയാണ് നിലനിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ക്യാമ്പസ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിനെ കർശനമായി നിയന്ത്രിച്ചും മാലിന്യങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രീയമായി സംസ്കരിച്ചും പ്രകൃതി സൗഹൃദ വൈദ്യുതി നിർമ്മാണം സ്വീകരിച്ചും ക്യാമ്പസ് മാതൃകയാകുന്നു. വിദ്യാർത്ഥികളെ സംരംഭകത്വത്തിലേക്ക് നയിക്കുന്നതിനായി കോളേജിൽ സജീവമായി ഇടപെടുന്ന ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ്
പലതരത്തിൽപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതുവരെ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് സംരംഭകത്വ മേഖലയിൽ ക്ലബ്ബ് പരിശീലനം നൽകിക്കഴിഞ്ഞു. 1963 മുതൽ തന്നെ പട്ടാമ്പി കോളേജിൽ NCCയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിൽ 7 NCC ക്യാഡറ്റുകളാണ് കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന പരേഡിലും തത്സൈനിക് ക്യാമ്പിലും പങ്കെടുത്തത്. 2022 ഇന്ത്യയിലെ 15 ലക്ഷത്തിൽ പരം NCC ക്യാഡറ്റുകളിൽ നിന്ന് ആർമി വിഭാഗത്തിൽ ഏറ്റവും മികച്ച കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കോളേജിലെ S. മാധവ് ആണ്. 2023 28 ബറ്റാലിയൻ തലത്തിൽ ബെസ്റ്റ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കോളേജിലെ NCC യൂണിറ്റാണ്. എല്ലാ വർഷവും NCCയുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, സോഷ്യൽ വെൽഫെയർ പ്രവർത്തനങ്ങൾ, സ്വച്ഛ ഭാരത് പ്രചരണം തുടങ്ങിയവ നടത്തിവരുന്നു. നാഷണൽ സർവീസ് സ്കീമിൻ്റെ 2 യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2 യൂണിറ്റുകളും നിരന്തരമായി ബോധവൽക്കരണ പരിപാടികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാർഷിക ക്യാമ്പുകൾ എന്നിവ നടത്തുന്നുണ്ട്. NSSൻ്റെ വാർഷിക ക്യാമ്പുകൾ അയൽപ്പക്ക ഗ്രാമങ്ങളുടെ വികസന കാര്യങ്ങളിൽ സഹായകമായിട്ടുണ്ട്. കോളേജിലെ ജീവനക്കാർക്കിടയിലെ പരാതികൾ പരിഹരിക്കുന്നതിനായി സർക്കാർ രൂപം കൊടുത്ത കമ്മിറ്റി നിരവധി ബോധവൽക്കരണ പദ്ധതികൾ വിജയകരമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.